വിനായക ചതുർത്ഥി സ്പെഷ്യലായിട്ട് ഒരു പായസം ഉണ്ടാക്കുകയാണ്. ഈ ഇപ്പം കൊറോണ വന്ന് ലോകം മുഴുവനും വിഷമിച്ചിരിക്കുന്ന സമയമല്ലേ, അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും സുഖാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യിൽ കുറച്ച് നെയ്യ് ഉരുകുമ്പം അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടുക, കുറച്ച് ഒരു സ്പൂണ് പഞ്ചസാര ഇടുക, എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്. കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വെള്ളം മുഴുവൻ ഡ്രൈ ആവുന്നവരെ ഇളക്കി നന്നായിട്ട് ഇളക്കുക. ഇത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്കിത് ഉരുളയാക്കണം. അപ്പോൾ ഒന്ന് തണിയട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുത്ത് വെക്കാം. ഇത് ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ട്, ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 ശർക്കര വെക്കുകയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുകട്ടെ. ശർക്കര ഉരുകുമ്പോഴേക്ക് നമുക്ക് മാവില്ലേ വേവിച്ച് വെച്ചത് അതൊന്ന് ഉരുട്ടിയെടുക്കുക. ഇത് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യാക്കിയിട്ടുണ്ട്, കാരണം ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ അങ്ങോട്ട് കുഴച്ച് നല്ല ഇതായിട്ട് കുഴക്കുക. ചെറിയ ചൂടുണ്ട്, ചൂടോടെ കുഴക്കണം, എന്നാലേ ആ സോഫ്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് അത് ചെറിയ ഉരുളകളാക്കിയിട്ട്, നമ്മൾ കുഴക്കട്ടൊക്കെ ഉരുട്ടുന്ന പോലെ കുഞ്ഞു ഉരുളകളാക്കിയിട്ട്, ഇത്രയേ പാടുള്ളൂ, ചെറിയ ഇത്ര വലുപ്പത്തിൽ അതെല്ലാം ഉരുട്ടിയിടുക. നമ്മൾ ഉരുളകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് മാവ് ഇവിടെ മാറ്റി വെക്കുകയാണ്. അത് നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി ഇങ്ങനെ വെക്കണം. അത് പായസത്തിൻ്റെ കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലാസ്റ്റിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്.
ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഞാനതിന് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് പകർത്തി ഒഴിക്കുകയാണ്. എന്നാൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ച ഈ ഉരുളകളൊക്കെ ഇങ്ങോട്ടിട്ട് ഇതൊരു 10-20 മിനിറ്റ് നന്നായിട്ട് വേവട്ടെ. നമ്മളെ ഉണ്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ച അരിപ്പൊടി മാവുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്, ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പാലൊഴിക്കുകയാണ്. പശുവും പാലാണ്. ഇത് ഒന്ന് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും അതിലിട്ടാൽ നമ്മളെ കുഴക്കട്ട പായസം റെഡിയായി. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും എടുത്ത് വെച്ചില്ല അത് അതിലിടാം. അപ്പം നമ്മുടെ പായസം റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഈ അരിയുണ്ട പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നന്ദി.